2014-15 മുതൽ 2023-24 വരെയുള്ള കാലയളവിലെ സംസ്ഥാനങ്ങളുടെ കമ്പോള വായ്പാ വളർച്ചാ ശതമാനത്തിൽ കേരളം നിൽക്കുന്നത് 18ാം സ്ഥാനത്താണ്. ഇതെന്താ സൂചിപ്പിക്കുന്നത്? കേരളത്തിൻ്റെ ആഭ്യന്തര കടം വളരെ മിതമായ രീതിയിൽ മാത്രമേ വളർന്നിട്ടുള്ളൂ എന്നാണ്. നമ്മുടെ ആകെ കടബാധ്യത കോവിഡ് കാലത്ത് ആഭ്യന്തര വരുമാനത്തിൻ്റെ 38% ഉയർന്നു. ഇപ്പോൾ 2024-25 34%-ഓളമായി താഴ്ന്നു. ഇത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എങ്ങനെയാണ് സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്? തനത് വരുമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചെലവുകൾ നല്ല രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. അങ്ങനെയാണ് കേന്ദ്ര വിവേചനത്തിനിടയിലും നമ്മൾ സാമ്പത്തികമായി പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 72.84% ഇത് തനത് റവന്യൂ വരുമാനമാണ്. അപ്പോൾ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 72.84% തനത് റവന്യൂ വരുമാനം. ഈ കാര്യങ്ങളിൽ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ ശരാശരി എത്രയാണെന്നറിയോ? 57.77%. 57 ദേശീയ ശരാശരി, നമ്മളോ 72. ഇതാണ് വ്യത്യാസം. കേരളത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 59.71% തനത് നികുതി വരുമാനമാണ്. 59.7 എന്ന് പറഞ്ഞാൽ 60%-അടുത്ത്. അപ്പോൾ 60%-ഓളം തനത് നികുതി വരുമാനമാണ് ആകെ റവന്യൂ വരുമാനത്തിൻ്റേത്. ഇതിലും നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങളുടെ ശരാശരി 49.5%. 49.5% രാജ്യത്തിൻ്റെ ശരാശരിയായി നിൽക്കുമ്പോഴാണ് നമ്മൾ 59.7%-ലേക്ക് ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ എത്രമാത്രം വസ്തുതാവിരുദ്ധമായ പ്രചരണമാണ് അടിച്ചുവിടുന്നത്? ഏതെല്ലാം തരത്തിൽ നമ്മുടെ നാടിനെ കള്ളങ്ങൾ കെട്ടിച്ചമച്ച് ഇകഴ്ത്താനാണ് ശ്രമിക്കുന്നത്? ഇതെല്ലാം ബോധപൂർവം അടിച്ചുവിടുന്ന പ്രചരണമാണ് എന്ന് നാം കാണണം.